ഗായ്സ്, ആരും സ്കിപ്പ് ചെയ്ത് നമ്മളിന്നൊരു വെറൈറ്റി സ്റ്റിക്കറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വിത്തൗട്ട് സെലോ ടേപ്പ്. നമ്മൾ സെലോ ടേപ്പ് ഇല്ലാണ്ട് എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആ സെലോ ടേപ്പ് ഒട്ടിക്കുന്ന സ്റ്റെപ്പ് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി, ബാക്കി എല്ലാ സ്റ്റെപ്പും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എളുപ്പമുള്ള ഒരു സ്റ്റിക്കറാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ പോലെ വരയ്ക്കുന്നതെങ്കിൽ ഏത് സൈസിൻ്റെ ഷേപ്പിലും എങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ കലാവിരുത് ചെയ്ത് വയ്ക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതിനെന്ന് പറഞ്ഞാൽ എക്സാം ഡേയ്സ് വന്നുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ എന്തെങ്കിലും പഠിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. എനിക്ക് 21-ാം തീയതിയാണ് എക്സാം തുടങ്ങുക. നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം തുടങ്ങുകയെന്ന് കമൻറ്റ് ചെയ്യണേ. ട്യൂസ്ഡേ, ദീപാവലി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴും പഠിക്കണം. പിന്നെ ഇങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നാൽ പോരല്ലോ, വീഡിയോ ഇടണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ഇടുന്നതാണ്. പിന്നെ പഠിക്കണം, വീഡിയോ ഇടണം, എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി. അതുകൊണ്ടും കൂടെയാണ് ഞാനിപ്പോൾ വീഡിയോ ഇടൽ നിർത്തിയത്. പിന്നെ കുറേ പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് മാത്സ്. എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. ആർക്കൊക്കെ മാത്സ് ഇഷ്ടമല്ലാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആട്ടോ. അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെയാണ് വരച്ചെടുക്കുന്നത്. ഇത് ഏറ്റവും എളുപ്പമുള്ള ഡിസൈനാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ വരച്ചതാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണെന്നറിയില്ല, ഉള്ള ഏതൊരു ഇതിനേക്കാളും എനിക്ക് ആ ഗ്രീനാണ് ഇഷ്ടമായത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് ലാസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാം കൂടെ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇത് കണ്ടോ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എനിക്ക് ആ ബ്ലൂ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ സ്റ്റെപ്പ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ പകുതി ആയപ്പോഴത്തേക്കും ശ്വാസം മുട്ടുന്നു. അതുകൊണ്ട് ഞാൻ പകുതി ആയപ്പോഴത്തേക്കും ബ്ലൂ കട്ട് ചെയ്തെടുത്തില്ല, എനിക്കിഷ്ടമായില്ല കേട്ടോ. പിന്നെ സെലോ ടേപ്പിൻ്റെ ആ സ്റ്റെപ്പ് മാറ്റി നമ്മൾ ഈ ഗ്ലൂ സ്റ്റിക്കില്ലേ, അതൊന്ന് പുറകിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും തേച്ച് കൊടുത്തിട്ട് അതൊന്ന് ഉണക്കാൻ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിട്ടും. നമ്മൾ പണ്ട് സ്റ്റാമ്പൊക്കെ ഒട്ടിക്കൂലേ, അതുപോലെ പുറകിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ആ ഗ്ലൂ സ്റ്റിക്ക് ഒട്ടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് വെള്ളം നനച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇട്ടോളും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.